ഹായ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഈ വർഷം ഞങ്ങൾ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച പുൽക്കൂടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അതിന് ആദ്യം ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്, കടലാസ് ബോക്സ്. എന്നിട്ട് അത് ഞാനൊന്ന് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളിൽ മാത്രം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേറൊരു ബോക്സിൻ്റെ 2 പീസ് എടുത്തിട്ട് ഇതേ മേൽക്കൂരയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്താവും, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ദേഹങ്ങളിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പും കൂടെ ഒന്ന് ഞാൻ ഒരു ചട്ടയും പേപ്പറൊക്കെ വെച്ചിട്ട് ഇത് ഒന്ന് അടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചതിന് ശേഷമാണ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു സൂചി നൂലെടുത്ത് ആ സൈഡിലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഈ പുല്ല് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിക്കും നിൽക്കില്ല, എല്ലാം കൂടി ഒട്ടിക്കാനുള്ള പറ്റില്ലല്ലോ. അപ്പം ഞാൻ സൂചി നൂലെടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സൈഡിലൊക്കെ പുല്ല് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തു. കുറച്ച് നീളത്തിൽ നൂലെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും, അങ്ങോട്ട് വലിച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരും, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമുക്ക്. അതുകൊണ്ട് കുറച്ച് നീളത്തിലുള്ളത് നൂലെടുത്തിട്ട് നന്നായിട്ട് കെട്ടി വെക്കുക കേട്ടോ. കെട്ടി ബാക്കിയുള്ളത് ഞാൻ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്തു. ഈ പുല്ലൊക്കെ ഞാൻ ഒരാഴ്ച മുന്നേ ഞാൻ മുറ്റത്തുണ്ടായിരുന്ന പുല്ലൊക്കെ ഒന്ന് വെട്ടി ഉണക്കി വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. 2 സൈഡിലും ഒട്ടിച്ചു കേട്ടോ. ഇനി മേൽഭാഗത്തും കൂടി നമ്മളൊന്ന് പുല്ല് വെക്കാൻ പോവാണ്. മേൽഭാഗത്ത് പുല്ല് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പശ ഒന്ന് വെച്ച് പൊട്ടിച്ച് നോക്കുന്നുണ്ട്. താഴെയുള്ളതൊക്കെ അങ്ങനെ പശയിൽ നിന്നോളും, ബാക്കിയുള്ളത് ആ നൂല് കിട്ടിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് അവിടെ നിന്നോളും. മുകളിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡിലും മുകളിലും താഴെയും ഒക്കെ ആയിട്ട് പുല്ലെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ആവശ്യമില്ല, നമ്മൾ ചുമരിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട്, ബാക്കിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. 2 സൈഡിൽ മാത്രം വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഇതിങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ ഒരു സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മൂർച്ചയുള്ള കത്തിയോ സിസേഴ്സ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി, അപ്പോഴേ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് മുറിച്ച് കഴിയുമ്പോൾ അവിടെ നിൽക്കുന്ന പുല്ലെല്ലാം അങ്ങോട്ട് കത്രികൻ്റെ കൂടെ വരും കേട്ടോ. അതുകൊണ്ട് കുറച്ച് മൂർച്ചയുള്ളത് എടുത്തിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ബാക്കി വന്ന കട്ട് പീസുകളുണ്ടല്ലോ കുറേ പുല്ലിൻ്റെ, അതെല്ലാം അതിൻ്റെ ഉള്ളിൽ കിട്ടും. നമ്മൾ ഉണ്ണിയേശുവിനെ കടത്താനുള്ളതാണ്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലും കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ നോക്കിയത്, അതിൻ്റെ ആ പുൽക്കൂടിൻ്റെ മുകളിലിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു കുറച്ച് പേപ്പറിൽ അതിങ്ങനെ കാണുന്നത് ഒരു ശരിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അവിടെയും കൂടെ പുല്ല് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം കരുതി സ്റ്റാറൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്താൽ ഒട്ടിച്ചാൽ അതൊക്കെ. സ്റ്റാറൊക്കെ വെച്ച് കുറച്ച് ആർഭാടമായി പോകും, പുൽക്കൂട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവില്ല. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് പുൽക്കൂട് ഫുള്ള് പുൽക്കൂട് തന്നെ ആവണ്ടേ. അപ്പോൾ ഞാൻ അവിടെയും പുല്ല് വെച്ചൊന്ന് ഒട്ടിക്ക് നൂലിട്ട് കിട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് നീളത്തിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനവിടെ ഫെവിക്കോൾ വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. നൂലിട്ട് കെട്ടേണ്ട ആവശ്യമൊന്നും വന്നില്ല, ഫെവിക്കോൾ കൊണ്ട് തന്നെ അവിടെ ഒട്ടി നിന്നു കേട്ടോ. കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് നിന്നാൽ മതി, അപ്പോൾ അതവിടെ നിന്നോളും. ഒന്ന് അത് ഉണങ്ങാനൊന്ന് വെയിറ്റ് ചെയ്യണം, കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കണം കേട്ടോ, ശരിക്കൊന്ന് ഒട്ടിക്കോളും. അതിനുശേഷം ഞാൻ കുറച്ച് രൂപങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ ആടുകളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ മെയിനായിട്ട് ഞാൻ ഇവിടുത്തെ പണിയെന്ന് പറഞ്ഞാൽ മാലാഖേനെ കെട്ടി ഇങ്ങനെ തൂക്കിയിടണം. അതിന് വേണ്ടിയിട്ടാണ് മാലാഖേനെ എടുത്തപ്പോൾ ആദ്യം ആട്ടുകുട്ടികളൊക്കെ കണ്ടു, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കിയതാണ്. ഈ മാലാഖേൻ്റെ ബാക്കിൽ ഇങ്ങനെ നൂലിട്ട് കെട്ടാനായിട്ട് അവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തൂക്കിടാൻ പറ്റി. ഇതാണ് നമ്മുടെ സ്റ്റാറുകൾ. ആ സ്റ്റാറൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി തന്നെ കേട്ടോ. അതൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുൽക്കൂടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കുറച്ച് മണ്ണിട്ട് നികത്തിയിട്ട് ഒരു ബോർഡിൽ മണ്ണിട്ട് നികത്തിയിട്ട് കുറച്ച് റാഗി വിതച്ചിട്ടുണ്ടായിരുന്നു. തേന ഈ വർഷം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട്
അത് ശരിക്കൊന്നും മുളച്ചിട്ടില്ല. അപ്പോൾ ബാക്കിയൊക്കെ ഞാനിത് ആ സംഭവം വെച്ചിട്ട് ഇപ്പോൾ കണ്ടില്ലേ വീഡിയോയിൽ കണ്ട പുല്ല് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. ആ മണ്ണിൽ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്തതാണ് ഇതൊക്കെ. അപ്പോൾ കുറച്ചൊരു ഭംഗിയായിട്ട് കിട്ടി. പുല്ല് കുറച്ചും കൂടെ മുളച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരിത്തിരി മുളച്ചിട്ടുണ്ടായുള്ളൂ റാഗി ആയതുകൊണ്ട്. അതൊക്കെ മുളച്ചത് വീടിൻ്റെ പുറത്ത് സിറ്റൗട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പുൽക്കൂട്. എന്നിട്ട് ബാക്കിയുള്ള രൂപങ്ങളെല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ഉണ്ണിയേശുവിന് ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചത്. എല്ലാം രൂപങ്ങൾ വെച്ചിട്ടുള്ള ലാസ്റ്റ് ലുക്കാണത്. അതിന് ശേഷം ഞാനിനി നമ്മുടെ LED ബൾബ് തൂക്കാൻ പോകണം. 4 ബൾബ് ഇങ്ങനെ കുറേ ഇങ്ങോട്ട് ഇടുമ്പോൾ കുറേ അങ്ങോട്ട് വീഴും, പിന്നെ അവിടെ സെറ്റാക്കുമ്പോൾ ഇങ്ങോട്ട് വീഴും. അങ്ങനെ ആയിട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ അതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു. ഇത് ലാസ്റ്റ് ഉണ്ണിയേശുവിനും കൂടെ വെച്ച് കഴിഞ്ഞാൽ പുൽക്കൂട് സെറ്റായിട്ടാണ്. ഇനി ഇതിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ലൈറ്റ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് മഞ്ഞ് വെച്ചിട്ടില്ല എന്നുള്ളത്. മഞ്ഞിന് ഞാൻ എന്ത് ചെയ്തു, ശിവദേവിൻ്റെ ഒരു കുഞ്ഞിപ്പില്ലുണ്ടായിരുന്നു. ആ കുഞ്ഞിപ്പില്ലിൻ്റെ ഉള്ളിൽ കുറച്ച് നല്ല സ്പോഞ്ചായിട്ടുള്ള പഞ്ഞികളുണ്ടല്ലോ. ഈ പഞ്ഞിക്ക് വേറൊരു പേര് പറയും, നമ്മൾ സാധാ കോട്ടണിൻ്റെ അല്ല, പേര് മറന്നത് ആ സാധനം കേട്ടോ. ഇത് കുറച്ചും കൂടെ ഒരു വൃത്തിയുണ്ട് കാണാനായിട്ട്, അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞു കൈ കണ്ട ശിവദേവാണ് കേട്ടോ. ലാസ്റ്റ് എല്ലാത്തിൻ്റെ വർക്കിൻ്റെ ലാസ്റ്റ് എത്തുള്ളൂ. ഇനി ഞാനും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പുൽക്കൂടിൻ്റെ വർക്ക്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.